ഉത്തമൻ ചേട്ടോ. ഊയ് ഊയ്. എവിടാ രാവിലെ? ആ പറഞ്ഞ പോലെ ഇന്ന് ശനിയാഴ്ച ഇല്ലയോ? ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണല്ലോ നമ്മളെ എസോളവിലെ. നമ്മളെ മൺട്രോതുരത്തിലെ എസോളവിലെ. ആ വഞ്ചിയിലെ യാത്ര വളരെ മനോഹരം കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ വെള്ളമായിട്ട് ഒരുപാട് ചേർന്നിരിക്കുന്ന കണക്ക് ഫീൽ ചെയ്യും. അതനക്ക് തന്നെ ഈ ഉത്തമൻ ചേട്ടന്റെ ചില പൊടിക്കൈകളൊക്കെ ഉണ്ട്. പുള്ളി ഇങ്ങനെ കൊട്ടവഞ്ചിയിട്ട് കറക്കി ചില അഭ്യാസ പ്രകടനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വളരെ സേഫ്റ്റിയാണ്. പിന്നെ ഉത്തമൻ ചേട്ടന് ഈ മൺട്രോയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. യാത്രയിൽ നമുക്ക് ഒരിക്കലും മടക്കത്തേ ഇല്ല. നമുക്കിങ്ങനെ ഒരുപാട് കഥകൾ കേട്ടും അവിടുത്തെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അവരെ പുതിയ പ്രതീക്ഷകളെക്കുറിച്ചും ഒക്കെ ഒരുപാട് നല്ല 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 ആശയങ്ങൾ നമുക്ക് കിട്ടും. കഥ പറഞ്ഞ് സമയം കളയുന്നില്ല. ഇന്നത്തെ താരം ദേ ഇവനാണ്. ഇവനെ മനസ്സിലായ എന്താന്ന്? കണ്ടലിന്റെ ഏതോ ഇനമാണ്. പക്ഷേ ഉത്തമൻ ചേട്ടൻ പറഞ്ഞ രീതിക്ക് ഇവന്റെ പേര് കമ്പട്ടി എന്ന ഇവന്റെ പേര് കേട്ടോ. കാണാൻ വലിയ ഭംഗിയാണ്. പക്ഷെ ഇവര് പറഞ്ഞ സ്ഥിതിക്ക് ഇതിന്റെ കമ്പ് കൊണ്ട് ഒരടി കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നീര് വയ്ക്കുമെന്നാ പറഞ്ഞത്. അത് കണക്ക് തന്നെ പഴയ കാലത്തുള്ള ആൾക്കാർ ഇതിന്റെ വേര് കൊണ്ടാണ് ഈ കഷായത്തിന്റെ കുപ്പിയിലൊക്കെ ഇങ്ങനെ കോർക്കായിട്ട് ഉപയോഗിച്ചിരുന്നെന്നാ പറഞ്ഞത്. ഒരു ചെടിയുടെ ചോട് പിഴുതാൽ തന്നെ ഒരു ചാക്കിനുള്ള വേരുണ്ടാവും എന്നാ പറഞ്ഞത്. അത്യാവശ്യം നല്ല കറയാന്ന് പറഞ്ഞു. അതിനൊക്കെ തന്നെ ഭയങ്കര ചൂടാണ് ഇതിന്റെ ചില്ലകൾക്ക്. ഇപ്പൊ ചിലര് പണ്ടുള്ളവര് ഇതിന്റെ ചില്ലകൾ ഒടിച്ച് മണ്ണിൽ കുഴിച്ചിട്ട് അതിന്റെ മുകളിൽ ഓലയൊക്കെ വെച്ചിട്ട് ഈ കൊലയൊക്കെ പഴുപ്പിക്കാനായിട്ട്, വാഴക്കൊലയൊക്കെ പഴുപ്പിക്കാനായിട്ട് ഇത് ഉപയോഗിക്കുമെന്നാ പറഞ്ഞത്. എന്റെ പേര് കണ്ടില്ലേ? ഇതിപ്പം ഇങ്ങനെ ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ കായലിന്റെ തീരത്താണ് കൂടുതലും കാണുന്നത്. ഇവനാണ് കമ്പട്ടി. അപ്പൊ അത് ഉത്തമൻ ചേട്ടൻ തന്ന വളരെ വലിയൊരു അറിവാണ്. അപ്പൊ അത് അടുത്ത തലമുറയിലേക്ക് ഇങ്ങനെ പകർന്ന് പോട്ടെ. അപ്പോൾ ഇത് സംരക്ഷണ മേഖലയിലൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ കായലിന്റെ തീരത്തൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ തീരദേശങ്ങളെയൊക്കെ സംരക്ഷിച്ച് നിർത്തുന്ന ഇതുപോലുള്ള കണ്ടൽ കുട്ടന്മാരാണ്. ഇവന്മാർ 60-70ഓളം ഇനങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മളെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കൊല്ലം ജില്ലയിലേക്ക് വരണം, മൺട്രോതുരത്തിലേക്ക് വരണം. അവിടെ ഈ ഉത്തമൻ ചേട്ടനെ പോലുള്ള 100-ൽ പരം ആൾക്കാർ, 100 അത്രത്തോളം ആൾക്കാർ ഒരുപാട് നാട്ടറിവുകളും നന്മകളും അതിലുപരി അഷ്ടമുടി കായലിലെ കൊതിയൂർന്ന വിഭവങ്ങളിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കായി അവർ കരുതി വെച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും സമയം പോലെ എല്ലാവരും മൺട്രോതുരത്തിൽ വരിക, എൻജോയ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.